ഒരു ദിവസം ഏകദേശം 10 മുതൽ 15 കിലോ വരെ ചാണകം ഒരു പശു നൽകുന്നതാണ്. ഇന്ത്യയിൽ കോടിക്കണക്കിന് പശുക്കളുണ്ട്. ഇത്രയും വലിയ സമ്പത്ത് വർഷങ്ങളായി വളമായി മാത്രം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതേ ചാണകം ഇന്ധനമാകുന്നു, കാറുകൾ ഓടിക്കുന്നു, ഗ്രാമങ്ങൾക്ക് വരുമാനം നൽകുന്നു, ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിൻ്റെ ചിലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ പുതിയ ബയോ CNG റെവല്യൂഷൻ. പശുവിൻ്റെ ചാണകം, കൃഷി അവശിഷ്ടങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ ഇവ പ്രത്യേകം ബയോഗ്യാസ് പ്ലാന്റിൽ ശേഖരിക്കുന്നു. സൂക്ഷ്മജീവികൾ ഇവയെ വിഘടിപ്പിക്കുന്നു. അതിലൂടെ മീഥെയ്ൻ വാതകം ലഭിക്കുന്നു. ഈ വാതകം ശുദ്ധീകരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ആക്കുന്നു, അഥവാ CBG. ഇത് സാധാരണ CNG വാഹനങ്ങളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യ ഇന്നും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. അതിനായി വൻ തുക വിദേശത്തേക്ക് പോകുന്നു. അതേസമയം ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി സമ്പത്തുകളിൽ ഒന്നുണ്ട്. അതുകൊണ്ട് നാട്ടിൽ തന്നെ ലഭിക്കുന്ന ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ജപ്പാനിലെ സുസുക്കി ഇന്ത്യയിലെ ബാനസ് ഡയറിയുമായി ചേർന്ന് ഗുജറാത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചു. ഈ പ്ലാന്റ് പ്രതിദിനം ഏകദേശം 100 ടൺ പശുചാണകത്തിൽ നിന്നും 1.5 ടൺ കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ജൈവവളവും ഉൽപ്പാദിപ്പിക്കും. സുസുക്കി ഇതിനെ ഗ്രാമീണ ഇന്ത്യയിലെ കാർബൺ ന്യൂട്രൽ ഭാവിയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പായി വിശേഷിപ്പിക്കുന്നു. 2018 കേന്ദ്ര സർക്കാർ ഗോബർധൻ അഥവാ ഗാൽവനൈസിംഗ് ഓർഗാനിക് ബയോ അഗ്രോ റിസോഴ്സസ് ധൻ പദ്ധതി ആരംഭിച്ചു. അതിൻ്റെ ലക്ഷ്യം ഗ്രാമങ്ങൾ ശുചിയാക്കുക, ജൈവമാലിന്യങ്ങളെ ഇന്ധനമാക്കുക, ജൈവവളം നിർമ്മിക്കുക, കർഷകർക്ക് അധിക വരുമാനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത് ഇപ്പോൾ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൊണ്ട് കർഷകർക്കുള്ള നേട്ടം എന്താണെന്ന് നോക്കാം. മുമ്പ് ചാണകം ഒരു മാലിന്യമായിരുന്നു. ഇന്ന് അതൊരു വരുമാന സ്രോതസ്സാകാം. പ്ലാന്റുകൾക്ക് ചാണകം നൽകാം, പണം ലഭിക്കും. പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ബയോ സ്ലറി വീണ്ടും ജൈവവളമായും ഉപയോഗിക്കാം. ഇതൊരു വേസ്റ്റ് ടു വെൽത്ത് മാതൃകയാണ്. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കൽ കുറയ്ക്കാം. അതുപോലെ തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തമാകും. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. മാലിന്യ സംസ്കരണം മെച്ചപ്പെടും. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതൊരു വലിയ അവസരമാണ്. എന്നാൽ ഓരോ ഗ്രാമങ്ങളിലും പ്ലാന്റ് സ്ഥാപിക്കണം. ചാണകം ശേഖരിക്കുന്ന സംവിധാനം വേണം. ഗ്യാസ് ശുദ്ധീകരണ സാങ്കേതികവിദ്യ വേണം. ഗതാഗതവും വിതരണവും വികസിപ്പിക്കണം. അതുകൊണ്ട് ഇത് വർഷങ്ങളെടുക്കുന്ന ഒരു യാത്രയാണ്. ഒരു കാലത്ത് ചാണകം വളമായിരുന്നു, ഇന്ന് ഇന്ധനമാകുന്നു. നാളെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഒരു പ്രധാന ശക്തിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.